ഞാൻ പറയുന്നത് എന്നിട്ട് എന്നോട് ഇങ്ങനെ ഒരു ദിവസം മൂത്രം ഒഴിക്കുന്ന സ്ഥലത്ത് തൊട്ടോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് കളിക്കുക, അതായത് പ്രൈവറ്റ് പാർട്ടിൽ തൊട്ട് കളിക്കാം. ഈ നിൽക്കുന്ന പന്നി മോനുണ്ടല്ലോ, അതായത് ആ കിളവനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇതെന്താ മുതിർന്നവർ ഇങ്ങനെ പറയുന്നത്, ഇവളെന്താ ഇങ്ങനെ കാണിക്കുന്നത്? ഇങ്ങനെ പറയും, എനിക്കറിയാം എന്തായാലും ഞാൻ ഇത് പറയാൻ പോകുമ്പോൾ ആൾക്കാർ എന്നെ എന്തൊക്കെ പറയും എന്നുള്ളത് എനിക്കറിയാം. ഐ എം റെഡി ടു ഫേസ് ഇറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇട്ട ഒരു ഫുഡ് വ്ളോഗറാണ്. പുള്ളിക്കാരന്റെ പേര് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ഞാൻ മറ്റവന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ടോ, പന്നിന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്, അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരന് ആ വീഡിയോ ഇട്ട അയാൾക്ക് അറിയില്ല, പിന്നെ കമന്റ് ഇട്ടവർക്കും അറിയില്ല അങ്ങേര് എങ്ങനെയാണെന്നുള്ള, ആ കിളവൻ എങ്ങനെയാന്നുള്ള അവർക്കറിയത്തില്ല. സോ അവരൊന്നും ഞാൻ പറയുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാല് ഞാൻ എന്റെ വീട്ടിന്റെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷന്റെ സൈഡിലാണ് ഞാനിപ്പോ അവിടെ ഒരു ചെറിയൊരു വീട് പോലത്തെ സംഭവം, വീടൊന്നുമല്ല എന്നാലും ആ ഒരു സംഭവമാണ് പുള്ളിക്കാരനെ അവിടെ ഇട്ടത്. അത് എന്തുകൊണ്ട് വന്നു, പലരും ജോലിക്ക് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെ, എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എനിക്കറിയാം സംഭവം. പുള്ളിക്കാരൻ മോളെ റേപ്പ് ചെയ്തു, എന്നിട്ട് കൊച്ചുമോളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്. ഇതാണ് സംഭവം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞുതരാം. എല്ലാം നിങ്ങൾ കേട്ടിട്ട് പോയാൽ മതി, എല്ലാം ഉണ്ട്, നിങ്ങൾ കേട്ടിട്ട് പോയാൽ മതി. എന്ത് പാവാട്ടായിട്ട് നിൽക്കുന്നതെന്ന് നോക്ക്. അവൻ കാണിച്ചു കൂട്ടിയതെല്ലാം കുഴപ്പം തന്നെ. എന്റെ അച്ഛന് പണ്ടിങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്ന ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളിക്കാരന്റെ കമ്പനിയായ ഒരാളാണ് ഈ കിളവനായിട്ട് കമ്പനിയായി എന്റെ അച്ഛൻ. എന്തോ ഒരു കഷ്ടകാലം. എന്നിട്ട് പുള്ളിക്കാരനായിട്ട് കമ്പനിയായി ഇടയ്ക്കിടയ്ക്ക് വീട്ടിലകത്തല്ല, മീൻസ് അങ്ങനെ വരും, അങ്ങനെ സംസാരിക്കുന്ന ഒരു ടൈപ്പായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ഒരു ദിവസം ഇങ്ങനെ പപ്പിയൊക്കെ കൊണ്ട് തരുന്നത്, ആ കിളവൻ എനിക്ക് പപ്പിയൊക്കെ ഇങ്ങനെ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പം അവിടെ എന്താണ്, ഒരു കമ്പനി ഓൾറെഡി അവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ എന്താന്ന് വെച്ചാൽ എന്റെ അച്ഛന്റെ എന്നുവെച്ചാൽ തന്തയുടെ പ്രായമുണ്ട് മോന്. എന്നിട്ട് ഞാൻ പറയുന്നത് എന്നിട്ട് എന്നോട് ഇങ്ങനെ ഒരു ദിവസം മൂത്രം ഒഴിക്കുന്ന സ്ഥലത്ത് തൊട്ടോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് കളിക്കുക, അതായത് പ്രൈവറ്റ് പാർട്ടിൽ തൊട്ട് കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിലോട്ട് നിൽക്കുക, എന്നെ കെട്ടിപ്പിടിക്കണം, എൻ്റെ ബ്രസ്റ്റിൽ ടച്ച് ചെയ്യണം, അങ്ങനെയുള്ള രീതിയിൽ എന്നെ കിസ് അടിക്കണം, കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ അന്ന് നോ പറഞ്ഞു. അന്ന് അതൊന്നും നടന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പം അതിനുശേഷം എന്താ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് കുറെ വാണങ്ങൾ വരും. ഈ സംഭവം നടന്ന് കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ മമ്മിയോട് പറയുന്നത്. ആ ഒരു നമുക്ക് മനസ്സിലാവും, ഒരാൾ ഇങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ ആ ഒരു ഇത് കൊണ്ട് ഞാൻ കുറച്ച് നാൾക്ക് ശേഷമാണ് പറഞ്ഞിട്ടുണ്ടാവുന്നത്. അപ്പൊ മമ്മിയാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഐ വാസ് ലൈക്ക് എന്നുള്ള രീതിയിലായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞു. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് അറിയാം ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വരും. ഇവൻ എന്നോട് ഇങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞുകൂടാ? നിങ്ങൾ തന്നെ പറ, എനിക്കിത് പറഞ്ഞുകൂടെ?